പറക്കാൻ ടൈമായി. ഹായ് ഗൈസ്, വാഗമണിലാണുള്ളത്. ഇന്ന് പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായി വന്നത്. കുറേ കാലം കൊണ്ട് ബക്കറ്റ് ലിസ്റ്റിനകത്തുള്ള പരിപാടിയായിരുന്നു പാരാഗ്ലൈഡിങ്. സോ നമ്മുടെ വാഗമണിലുള്ള അഡ്വഞ്ചർ പാർക്കിലാണ് പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് വരാം. പറക്കാൻ ടൈമായി. ഫ്രീ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ ആകും. ക്യാമറ ഓണല്ലേ? വൺ സ്റ്റെപ്പ് റൈറ്റ്, വൺ സ്റ്റെപ്പ് റൈറ്റ്, വൺ സ്റ്റെപ്പ് റൈറ്റ്. അയ്യോ, അടിപൊളി. ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ ഒന്നുകൂടെ വരാം. അടുത്ത മാസം നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞേ. ക്ലൈമറ്റ് മാറും അല്ലേ? എന്തേലും
ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പം നാളെ പറയാം അല്ലേ? ക്ലൈമറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, വരുമ്പോൾ വിളിച്ചിട്ട് വന്നാൽ മതി. താങ്ക്സ് ബ്രോ, സൂപ്പർ, വേറെ ലെവൽ ബ്രോ. കിടില, ഒന്നും പറയാനില്ല. 5 out of 5 റേറ്റിംഗ്. എല്ലാ ആൾക്കാരും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പരിപാടിയാണ്. വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിനകത്താണ് നമ്മുടെ ഈ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റി നടക്കുന്നത്. ഒരാൾക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4000 രൂപ, പിന്നെ 500 റുപ്പീസ്, 4500 രൂപയാവും വിത്ത് വീഡിയോ. നമ്മൾ വീഡിയോ അവർ ഗോപ്രോയിൽ തന്നെ ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട്. 10 മിനിറ്റാണ് ടോട്ടൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. ആ 10 മിനിറ്റുള്ള ഫ്ലൈ ചെയ്യേണ്ട വീഡിയോ ഉൾപ്പെടെ മെമ്മറി കാർഡിൽ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് 4500 രൂപ വരുന്നത്. ഫ്ലൈ ഡോട്ട് വാഗമൺ ഈ പരിപാടി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ ഡീറ്റെയിൽസ് നെറ്റിലുണ്ടാവും, ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവരുടെ മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം വരാനായിട്ട്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. ഇവിടെ പാരാഗ്ലൈഡിംഗ് മാത്രമല്ല, ഗ്ലാസ് ബ്രിഡ്ജ്, സൈക്ലിംഗ്, സിപ്പ് ലൈൻ, അങ്ങനെ 10ൽ കൂടുതൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് ഡീറ്റെയിൽസും ഇൻസ്ട്രക്ഷൻസും ഷെയർ ചെയ്തു തരാം. ഒന്നാമതായി, ഒരു പാരാഗ്ലൈഡറിൽ പാസഞ്ചറിന് ഒരു കൺട്രോളും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മളെ അതിൽ വളരെ സേഫായിട്ട് അറ്റാച്ച് ചെയ്യും. അതിന്റെ കുഷൻ സീറ്റിൽ ചാരിയിരുന്ന് 360 ഡിഗ്രിയിലുള്ള വ്യൂ ആസ്വദിച്ചാൽ മാത്രം മതിയാവും. 2 ഗ്ലൈഡേഴ്സ് ഒരുമിച്ച് ലാൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ കാല് സ്ട്രെയിറ്റ് വെക്കുക, ഇല്ലെങ്കിൽ ഇഞ്ചേർഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ പിന്നിൽ നിന്ന് വരുന്ന ഗ്ലൈഡറിനെ അതിന്റെ പൈലറ്റ് 8ന്റെ ഷേപ്പിൽ ചുറ്റിക്കുന്നുണ്ട്. ഇത് ശരിക്കും ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ആ ഗ്ലൈഡറിന്റെ സ്പീഡും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്ത് ലാൻഡിങ്ങിന് ആക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ്. ഇതാണ് ഒരു ഗ്ലൈഡറിന്റെ വിങ്സ്. വളരെ സ്ട്രെങ്ത് ഉള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നൈലോൺ മെറ്റീരിയൽ കൊണ്ടാണ് ഈ വിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാരാഗ്ലൈഡറിന്റെ ഫുൾ കിറ്റിന് ലക്ഷങ്ങളാണ് വില വരുന്നത്. അവർക്കിത് 1-2 സീസൺ മാത്രമേ ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ സേഫ്റ്റിയാണ്. എന്നാൽ പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് ആവുന്ന കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ പൈലറ്റ്സിന്റെ കയ്യിൽ ഒരു റിസർവ് പാരച്യൂട്ട് ഉണ്ടായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഈ റിസർവ് പാരച്യൂട്ട് സേഫ് ആയി നമ്മളെ താഴെ എത്തിക്കും. ഇനി പാരാഗ്ലൈഡിംഗ് കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവർ ലാൻഡിംഗ് ഏരിയയിലേക്ക് കടക്കാതിരിക്കാനും ഇൻസ്ട്രക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ബുക്കിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാം. അതിൽ നമ്പർ 1, ഇവിടെ ക്യാഷും ഡെബിറ്റ് കാർഡും മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഗൂഗിൾ പേയോ ക്രെഡിറ്റ് കാർഡോ as of 2025 അവർ പേയ്മെന്റിനായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ ഇതൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ്ലി, നമ്മൾ ഇവർക്കൊരു ഡോക്യുമെന്റ് സൈൻ ചെയ്ത് കൊടുക്കണം. ഈ ഫ്ലൈ ചെയ്യുന്നതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണത്. ഫ്ലൈയിങ്ങിന്റെ റിസ്ക് എല്ലാം മനസ്സിലാക്കി സ്വന്തം കൺസെന്റിലാണ് ഫ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ ആണിത്. മൂന്നാമതായി, ഇവർക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇല്ല. അഗെയിൻ ഇത് as of 2025 ആണ്. ഇവർക്കൊരു കൗണ്ടർ ഉണ്ട്. കൗണ്ടറിൽ വന്ന് പേയ്മെന്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കുക. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പാരാഗ്ലൈഡിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ വെതർ കണ്ടീഷൻ അനുസരിച്ച് ഈ ടൈമിങ്ങിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. സൗത്ത് ഇന്ത്യയിൽ പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം വാഗമൺ മാത്രമാണ്. അതുമാത്രമല്ല, തുടങ്ങുന്നിടത്ത് തന്നെ വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു ഭൂപ്രകൃതിയാണ് വാഗമണിനുള്ളത്. എന്നാൽ മറ്റ് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പാരാസെയിലിംഗും പാരാ മോട്ടറിംഗും ഒക്കെ ആസ്വദിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ട്രിവാൻഡ്രത്തും വർക്കലയും ഒക്കെ അവൈലബിൾ ആണ്. ഇത് കടലിന് മീതെയുള്ള മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ട് പാരാഗ്ലൈഡിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വാഗമൺ. മറ്റൊന്ന്, ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പ് ഇവന്റ്സ് പോലും ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ ഉണ്ടായിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക, സേഫ് ആയി ഫ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഡേ വർത്ത് സ്പെൻഡ് ആയിരുന്നു. ഇവിടം വരെ റൈഡ് ചെയ്ത് വെറുതെ ആയില്ല. ഇനി തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകണം. ഇപ്പോൾ ഒരു 6 മണിയായി, 11 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, സൈനിങ് ഓഫ്.